പല ആൾക്കാരും എന്നോട് പറയും പിന്നെ അതനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവരെ ചൂസ് ചെയ്താൽ ചിലപ്പോൾ വർക്കൗട്ട് ആവും. എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. വൈഫിന് എന്താ പറയുക, എൻ്റെ ടു സെറ്റ് പ്ലാൻസ് ചിലപ്പോൾ ഞാനൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ആരാവും, അല്ലെങ്കിൽ ഞാൻ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സിൽ എന്ത് സെറ്റ് ചെയ്യും, എൻ്റെ ടു സെറ്റ് പരിപാടികളും അവർക്കറിയാം. ടു സെറ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് എന്നെല്ലാം പറയുമല്ലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വൈഫിനറിയാം. അപ്പോൾ അന്ന് ചെയ്തിരുന്ന ഈ റോളുകൾ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഞാൻ ചോദിക്കണമായിരുന്നു. വ്യത്യസ്തമായ കാമുകൻ റോളുകൾ ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഒരു അസ്വസ്ഥത തോന്നില്ല, ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല? ഒരു ചളിപ്പ് എന്നുള്ളൊരു സംഭവമല്ല. ഞാനിങ്ങനെ വർക്ക് ഇങ്ങനെ കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ പല ഡയറക്ടേഴ്സ് ആയിരിക്കും. ഈ ആൽബം മീഡിയയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ് കൺസെപ്റ്റ്, എന്താ? അപ്പൊ ഞാൻ സെയിം പരിപാടി തന്നെയല്ലേ. അപ്പൊ ഞാൻ എന്തായാലും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, എടാ ഈ സാധനം കയറുവോ, സെയിം കൺസെപ്റ്റ് ആണ് സാറില്ല, യൂട്യൂബിൽ കയറുവോ, അല്ലെങ്കിൽ സി ഡിക്ക് വർക്കൗട്ട് ആവും, സി ഡി കൺഫേം ആണ്. ഇനി നമ്മുടെ ബാക്കിൽ നടക്കാം, മറ്റേതാക്കാം, മറിച്ചതാക്കാം, സ്ലോ മോഷൻ, കുറച്ച് എന്താ ഗേൾസിനെ അട്രാക്ട് ചെയ്യുന്ന കുറച്ച് ഷോട്ടുകൾ വേണം, മറ്റേ ഇങ്ങനെയല്ല ഇവർ പറയാനും സി ഡിയിൽ. കാരണം ഇവർക്ക് കച്ചവടം കാണിക്കാൻ നമ്മളെ ഇത് വെച്ചിട്ടല്ലേ സംഭവം പറ്റിക്കുക ഓഡിയൻസിനാ. കാരണം കല്യാണം കഴിയാത്ത പെൺകുട്ടികളെല്ലാം അട്രാക്ഷൻ വരുത്തിച്ചിട്ട് അതുകൊണ്ട് ഓടിക്കളയാന്ന് പറയുന്ന പോലെ ഈ ഡയറക്ടേഴ്സ് എവിടേക്കെന്ന് പറയൂ, ഞാന് നമ്മളെ വർക്കല്ലേ അത്രയും. പിന്നെ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, കുറെ കഴിഞ്ഞ് ഇവിടെ ആൽബം മീഡിയൻ്റെ കുറച്ച് ഓവറായോ, പിന്നെ ഞാൻ ചിന്തിക്കും ഒരിക്കലും ഓവറല്ല. കാരണം ഞാൻ ചെയ്യുന്ന ജോബാണ്, ഞാനിത് ജോബായിട്ടേ ഞാനിത് കരുതുന്നില്ല. അല്ലാണ്ട് എന്നാ പറയണ്ടേ, ഈ വർക്കിനെ കൊണ്ട് എനിക്ക് ഇങ്ങനെ അതാണ് അങ്ങനെയൊന്നുമില്ല, എൻ്റെ ജോബാണ്. കാരണം ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഇപ്പോൾ ആ ഒരു ലെവലിലേ ഞാൻ കണക്ക് കൂട്ടുന്നില്ല. അല്ലാണ്ട് ഇത് സാധനം വന്നിട്ട് ജനങ്ങൾ, ഞാൻ നേരത്തെ പറയില്ല, കമന്റ് വരും, മൈൻഡ് പക്ക സെറ്റാ. ഞാൻ പ്ലാനഡ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഷോക്കായിപ്പോയ സംഭവമുണ്ട്. കാരണം അന്ന് ഞാൻ ഫീൽഡിൽ വരുന്നതിൻ്റെ മുന്നേ എൻ്റെ മുന്നേയുള്ള സിംഗേഴ്സ് ഹെവി സ്റ്റാർസ്, കാരണം ആൽബം ഭയങ്കര ട്രെൻഡിങ് നിൽക്കുന്നത്. ഇപ്പോൾ താജുക്കും ഷാഫിക്കെല്ലാം ട്രെൻഡായി നിൽക്കുന്ന സമയത്താണ് ഈ പാട്ടെല്ലാം കാണുന്നത്. അപ്പം ഞാൻ ചിന്തിക്കും, ഓ ഷാഫിക്കെല്ലാം വേറെ റേഞ്ച് ആയിരിക്കും, അത്യാവശ്യം നല്ല ഫണ്ട് കാര്യങ്ങൾ, താജുക്ക് അതെല്ലാം ഭയങ്കര സംഭവിക്കും എന്നെല്ലാം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത്. പക്ഷെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വന്ന് മൂപ്പറായിട്ടെല്ലാം പിന്നെ പരിചയപ്പെട്ട്, കാരണം അവർ ഭയങ്കര ജാട അങ്ങനത്തെ എല്ലാം വിചാരിച്ചു. പക്ഷെ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിക്ക് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഇപ്പോൾ ഷാഫിക്ക് ആണെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് ചൂടാകുന്നൊരു വ്യക്തിയാണ്. മൂപ്പറായിട്ട് എന്താ പറയണ്ടേ, പൾസ് മനസ്സിലാക്കിയിട്ടേ മൂപ്പറെടുക്കുക ഇതാണ്. താജുക്ക് അങ്ങനെയല്ല, ഇനി എത്ര ചൂടായാലും മൂപ്പർ കൊണ്ടുപോയില്ല, ഓപ്പോസിറ്റ് ക്യാരക്ടർ. അപ്പോൾ ഇവരെല്ലാവരുടെ ക്യാരക്ടർ, ഇപ്പോൾ സലീംക രണ്ടും മിക്സഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആൽബം മീഡിയത്തിലെ സിംഗേഴ്സ് ആയിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, ടെക്നീഷ്യന്മാർ, ഇവരെല്ലാവരും മൈൻഡ് സെറ്റ് കറക്റ്റ്, ഇവരെന്താണ് ചെയ്യുന്നതെല്ലാം ഞാൻ പഠിച്ചെടുത്തിന്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരെല്ലാവരുടെ സ്വഭാവമായിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. കാരണം അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് വരും ചെയ്യും. ഞാൻ വേറും ചൂടാണ് ആ ഒരു സമയത്ത്, ഭയങ്കര ചൂട്. എൻ്റെ ചങ്ങായിമാരെല്ലാം എന്നെ പറഞ്ഞാൽ ഇന്നപ്പോഴത്തെ ചൂടൻ വേറെ ഇല്ല. കാരണം ഭയങ്കര എന്ത് തൊട്ടേനും പിടിച്ചേനും തെറിയലും. ഇപ്പൊ ഈ ട്രോൾ വിളിക്കുന്ന കമന്റ് അടിക്കുന്നതിൻ്റെ 10 തെറിയലും ഞാൻ വിളിക്കലുണ്ട്. പക്ഷെ എന്നോട് പറയൂ, നിന്റെ മുഖവും നിന്റെ എഴുത്തുമായിട്ട് ഒരു ഡിഫറൻറ്റ് ഭയങ്കര പ്രശ്നമാണെന്നെല്ലാം പറയുന്നുണ്ട്. അന്ന് ഈ പ്രണയാഭ്യർത്ഥനകളുടെ ഒരു കൂമ്പാരം ഉണ്ടാവുമല്ലോ, അതിനെങ്ങനെയാ ഡീൽ ചെയ്തിരുന്നത്? റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ട്രാപ്പായി പോയിട്ടുണ്ടായിരുന്നു, കൺഫേം. കാരണം അങ്ങനെ ഒരുപാട് ഹണി ട്രാപ്പൊക്കെ പോലെയോ കൺഫേം. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം അങ്ങനെ 1-2 കോൾസ് എല്ലാം എനിക്ക് വന്നിട്ട് ഓൾറെഡി വന്നുകൊണ്ട് അവരെന്നെ റിട്ടേൺ വരേണ്ട ആവശ്യത്തിന് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സംസാരിക്കും. ഞാൻ ഫോൺ എടുത്തിട്ട് ആ സമയത്തെല്ലാം നല്ല, ഇപ്പാണ് ഫോൺ തീരെ ആരും എടുക്കാണ്ടായി, വാട്സപ്പ് മാത്രമാക്കിയത്. ഒരു സമയത്ത് ഫോൺ എടുക്കും, പിന്നെ ഗേൾസ് എല്ലാം വിളിക്കുമ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ ചില ഗേൾസിന്റെ റൂട്ട് ഡിഫറെന്റ് ആവും, ഏത് റെക്കോർഡെല്ലാം ചെയ്തിട്ട് അവർക്ക് റൂട്ട്, അതിന് വേണ്ടിയിട്ട് പല സംഭവങ്ങളും. പിന്നെ ഞാൻ ചോദിക്കും ഏത് പാട്ടാ കേട്ടത്, അവർക്ക് പാട്ട് പോലും അറിയത്തുണ്ടാവില്ല. ഈ അടി ട്രാവൽ ചെയ്യുന്ന ടീംസിന് പാട്ട് പോലും കേട്ടില്ല. അപ്പൊ കറക്റ്റ് മനസ്സിലാവും, ഇതാണ് സംഭവം, ഇതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ രാത്രി 11 മണി തൊട്ടിട്ട് 4 മണി വരെ യാത്രയായിരിക്കും. ചിലപ്പോൾ ഇന്ന് കാസർഗോഡാണെങ്കിൽ ചിലപ്പോൾ നാളെ കൊച്ചി, തിരുവനന്തപുരം, ഇങ്ങനെ. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ എൻ്റെ ഒപ്പരയുള്ള ആൾക്കാരെ ഉറക്കാണ്ടിരിക്കലാന്ന് ഏറ്റവും വലിയ കാരണം. പിറ്റേന്ന് പരിപാടി പോകില്ല, കാരണം എല്ലാം ഉറങ്ങലിന്റെ ടീമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മാക്സിമം ഒരു തിരുവനന്തപുരത്ത് പരിപാടി ആണെങ്കിൽ അതിന്റെ അറ്റത്തെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ നിൽക്കും. അതുവരെ ഇവരായിട്ട് കമ്പനി ആയി, പിന്നെ ഉറക്ക് വരൂല, കാരണം ഫ്രണ്ട്സ് ഭയങ്കര കോമഡി ഇല്ലായിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ടീംസിനെല്ലാം എന്ത് ചെയ്യും, കാറിൽ അവിടെ ലൗഡ് സ്പീക്കർ ആക്കിയിട്ട് സംസാരിക്കും. അപ്പോൾ ഈ ട്രാപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ പിന്നെ അവർക്ക് മടുപ്പ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുപ്പിച്ചാണ് കോപ്പറിലെ ആൾക്കാർ വെറുപ്പിക്കല.
അവരിങ്ങനെ വെറുപ്പിച്ച് തരിട്ട് നിങ്ങൾ ടീമായിട്ടാ ഫുൾ ടീമായിട്ടാ പോവാൻ. ഞാൻ സംസാരിക്കും ഫുൾ ടീമായിട്ട് ഫുള്ള് നമ്മളെ കാറിലെന്താ ഫുൾ ടീമായിട്ടാ പോവാറ്. ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു ഫുള്ള് കോളും പരിപാടിയെല്ലാം. എന്നിട്ട് ഒരു ദിവസം ഇതേപോലെ 1-2 ടീംസ് എന്നോട് പറഞ്ഞു നിന്നെ ഹണി ട്രാപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. ഞാൻ പിന്നെ ആര് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവളായിരുന്നു ഇങ്ങനെ പറഞ്ഞു. അതെല്ലാം ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതില് വലിയൊരു കോമഡി ഉണ്ട് കേട്ടോ. എന്നെ പോലെ തന്നെ താജുഖാനെയും വിളിച്ചിട്ടുണ്ട്. താജുഖാക്ക് അറിയോന്ന് അറിയില്ല. താജുഖാനോട് ഇത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. താജുഖാനെ വിളിച്ചിട്ട് പിന്നെ ഹണി ട്രാപ്പ് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അപ്പൊ നേരെ താജുക്ക ഓളോട് വിളിച്ചിട്ട് അവിടെ ഒരു 250 റീചാർജ് ചെയ്ത് അതോടുകൂടിയിട്ട് അവർക്ക് മനസ്സിലായി മൂപ്പറയിൽ ഫണ്ടില്ല തോന്നുന്നു, വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിൽ കുറെ കോമഡികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോ സ്റ്റേജ് പരിപാടിക്കെല്ലാം പോയി കഴിഞ്ഞാല് സ്റ്റേജ് പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൈലന്റ് ആണ്. സ്റ്റേജ് പരിപാടിക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയിരിക്കും. എല്ലാ ആൾക്കാരായിട്ട് മിങ്കിളെല്ലായിട്ട് നിൽക്കും. അത് കാറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങായിമാരുണ്ടാവുമല്ലോ, അവർ ഈ കമന്റുകളെ പോലെയാ, പ്ലസും മൈനസും എല്ലാം പറയും. ഓരോ ആൾക്കാർ എന്നട ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, അങ്ങനെ നോക്കിയിട്ടുണ്ട്, ഒരുത്തനെ ഇങ്ങനെ മൊയിച്ച് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഓനെ അടുത്ത പരിപാടി കണ്ട ഓനെ ചപ്പക്കുട്ടി ഒട്ടിക്കണം, ഇങ്ങനെല്ലാം പറയൂ. കാരണം എൻ്റെ ഒപ്പരയില്ല, കാരണം അവരെ എന്നെ ഭയങ്കര ഫോളോ അപ്പ് ചെയ്യൂ. എന്താ വെച്ചാൽ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട് എന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. കാരണം എൻ്റെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ പോലും എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഇതുവരെയായിട്ട് ഒരു വണ്ടിയുടെ ഡ്രൈവർ പോലും ഞാൻ വെച്ചില്ല. എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ വണ്ടി ഓടിക്കല് അന്നു മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങൾ. അന്നപ്പോ ഇങ്ങനെ ശരിക്കും ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പെൺപിള്ളേർക്ക് ഉണ്ടാവില്ലേ, സീരിയസ് ആയിട്ട്, അതായത് നിങ്ങൾ ശരിക്കും ഇഷ്ടാ അങ്ങനെ വന്ന പെൺപിള്ളേർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിട്ടിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയും. ഞാൻ നിങ്ങൾ എന്നെ ഇപ്പോൾ ഒരു ലവ് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ സമയമില്ല. കാരണം ഞാൻ ഇപ്പൊ നിങ്ങളെ ലവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയുക എന്റെ ബിസിനസ് എല്ലാം ഫ്ലോപ്പ് ആയിപ്പോ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് ഇറക്കണം. ഭയങ്കര എന്താ പറയാ, കുറെ ആൾക്കാരെ വിചാരിച്ചു കഴിഞ്ഞാൽ എനക്ക് ഒരു പണിയും ഇല്ലാണ്ട് ഞാൻ വെറും സ്റ്റേജ് പരിപാടിയും ഈ ആൽബം ചില മാസത്തിൽ വരും. പക്ഷെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എനക്കെന്നെ ചില എൻ്റെ ഓള് ഇടക്കിടക്ക് പറയും നിങ്ങൾ വല്ലാത്ത സംഭവം തന്നെയാണ്. കാരണം ഫുൾ ടൈം 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന എന്നോട് പറയുന്നുണ്ട്. എന്നോട് ചോദിച്ചു നിങ്ങൾ ഇത് ഇപ്പം പൈസ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി പിന്നെ ഒന്നും ഇതിൻ്റെ വേഗത്തിൽ തന്നെ ഓടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ചിലപ്പോൾ ഇനിയും ഉണ്ട്, എനിക്കൊരു 5 വർഷം ഞാൻ ചെയ്ത പ്ലാൻസിൻ്റെ അകത്ത് ഇങ്ങനെ ലക്ഷ്യങ്ങളുണ്ട്, അതിൽ ഇത്ര ഇതുണ്ട്. അപ്പോൾ പറയുന്ന പൈസയെല്ലാം പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് പൈസയും വലിയ പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഇവരുടെ പറയുമ്പോൾ ഇതെല്ലാം നടക്കുമോ, ഇതെല്ലാം വേറെ റേഞ്ച് പരിപാടികളിൽ. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം 15 കൊല്ലം മുന്നേ എന്താ പറയണ്ടേ ഒരു 1000 രൂപ എൻ്റെ കയ്യിലില്ലാത്ത ഒരുത്തന് ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ഇൻവെസ്റ്റ്മെന്റ് അത് പറയാൻ പാടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് ബ്രേക്ക് പോലും എടുക്കാൻ പറ്റൂല. ഞാനിപ്പോൾ പാട്ടുകാരൻ എന്നുള്ള ലെവലിൽ ചിലപ്പോൾ എന്താ വേണ്ട എനിക്ക് ബ്രേക്ക് എടുക്കാം പാട്ടുകാരൻ. പക്ഷെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ ഈ ഫീൽഡ് അങ്ങോട്ട് നിർത്തി ഞാൻ വേറെ എന്തെങ്കിലും ബിസിനസ്സിൽ പോകുന്നതാണെങ്കിൽ ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചത് പൈസ മാത്രമല്ല, ഞാൻ അത്ര മെൻ്റലിയും ഞാൻ ബുദ്ധി കൊണ്ട് എൻ്റെതായിട്ടുള്ള ബുദ്ധി കൊണ്ട് ഞാനൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പം പല ആൾക്കാർക്കും ഇപ്പം മനസ്സിലാവില്ല. ഒരു 4-5 വർഷം കൊണ്ട് വലിയൊരു ബോംബ് പൊട്ടാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ചിലപ്പോൾ എന്നെ പറ്റിയിട്ട് ചിലപ്പോൾ ഈ ഇന്റർവ്യൂ ഉണ്ടാകുന്നു ചിലപ്പോൾ അവർ വിചാരിക്കുക ചിലപ്പോൾ തള്ളുന്നതായിരിക്കും ഇവനെന്ത് സംഭവം. ഈ മീഡിയയിലുള്ള ആൾക്കാർക്ക് അറിയാം ഏത് ഞാൻ ഈ ഫീൽഡിൽ ഇത്ര സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, 10-300ഓളം ചാനൽ നോക്കുന്നുണ്ട്, ഇത്ര ആർട്ടിസ്റ്റുമാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഇത്ര വരുമാനങ്ങൾ ഈ പല മേഖലയിൽ നിന്നുണ്ട്, ഇവന്റുകളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് അറിയാൻ പറ്റും. പക്ഷേ ഓഡിയൻസിന് എന്നെ പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. ഓൻ പാട്ട് പാടുന്ന ആൽബം പാട്ടുമായിട്ട് നടക്കുന്ന ചങ്ങായി എന്നുള്ളൊരു സംഭവമേ അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അവരറിയുന്നൊരു സമയം ഒരു 4-5 വർഷം കൊണ്ട് ഞാനൊരു എന്താ വേണ്ട ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ആ സമയം വരുമ്പോൾ ചിലപ്പോൾ ഈ ഇന്റർവ്യൂവിലും ചിലപ്പോൾ അന്ന് ചിലപ്പോൾ റെക്കമെൻഡിൽ വരാൻ ചാൻസ്